അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരുവും മുരിങ്ങയിലയും കൂടി ഒരു തോരൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്കക്കുരുവും മുരിങ്ങയിലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നല്ലോണം കഴുകി എടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ചക്കക്കുരുവൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മുരിങ്ങയിലയൊക്കെ റെഡിയാക്കി എടുക്കാം. മുരിങ്ങയിലയുടെ തണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കണം മുരിങ്ങയിലയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. മുരിങ്ങയിലയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ മുരിങ്ങയിലയൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരപ്പിനായിട്ട് നാളികേരം എടുക്കണം. നാളികേരത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയൊക്കെ ഇവിടെ നല്ലോണം വാടി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ചക്കക്കുരുവൊക്കെ ഒന്ന് മുരിങ്ങയിലയോട് ചേർന്ന് ഒന്ന് ഉടഞ്ഞ് കിട്ടണ വരെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കണം നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തോളം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ നാളികേരം മുരിങ്ങയിലയിലും ചക്കക്കുരുവിലും എല്ലാത്തിലും നല്ലോണം പിടിച്ച് കിട്ടണ വരെ ഒരു 5 മിനിറ്റ് നേരത്തോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയിലയും തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.